ജയം വ്ളോഗിൻ്റെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് നമുക്ക് അങ്കമാലി സ്റ്റൈലിലൊരു മാങ്ങാക്കറി എങ്ങനെ വെക്കണേന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാനൊരു മാങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇത് ചേർത്ത് ഞാൻ തിരുമ്മി കൂട്ടി വെച്ചേക്കണം. ഉപ്പും ചേർത്തിട്ടുണ്ട്, ആവശ്യത്തിന് ചേർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു സവാള, പച്ചമുളക്, ഇഞ്ചി, 1-ാം പാല്, 2-ാം പാല്, അവസാനത്തെ പാല്, പിന്നെ കടുക് പൊട്ടിക്കാനായിട്ട് ചുമന്നുള്ളി, മുളക്. അപ്പോൾ നമുക്ക് ഗ്യാസ് ഓണാക്കാം. ഗ്യാസ് ഓണായി വരട്ടെ. ചട്ടി ചൂടായി, അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് സവാളയൊക്കെ ഇട്ട് വഴറ്റി കൊടുക്കാം. അല്പം ഉപ്പും കൂടെ ചേർത്ത് വരട്ടാട്ടോ. അപ്പോൾ അത് പെട്ടെന്ന് വഴഞ്ഞു വരാൻ വേണ്ടിയിട്ടാണ്. മാങ്ങയ്ക്കകത്ത് ഞാൻ ആവശ്യത്തിന് ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇത് വരട്ടിയെടുക്കാം. ഇത് അങ്കമാലി സ്റ്റൈലിലുള്ള മാങ്ങാക്കറിയാണ് കേട്ടോ. ഞങ്ങൾ പ്രോപ്പർ അങ്കമാലിക്കാരാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഞങ്ങൾ അങ്കമാലിക്കാർ തന്നെയാണ്. അപ്പോൾ ഇത് അങ്കമാലി സ്റ്റൈലിൽ എങ്ങനെയാണ് മാങ്ങാക്കറി വെക്കണമെന്ന് നമുക്ക് നോക്കാം. ചൊറുക്ക ഞാൻ ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. ചൊറുക്ക ഇതിനകത്ത് എടുത്തിട്ടില്ല. ചൊറുക്ക ഒഴിക്കുന്നവരുണ്ട്, ചൊറുക്ക ഉപയോഗിച്ചിട്ടില്ല. അത് വരണ്ട് വരട്ടെ. ഉള്ളി വരണ്ട് വന്നിട്ട് സവാളയും പച്ചമുളകൊക്കെ വരണ്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് നമുക്ക് നമ്മൾ ചേർത്ത് വെച്ച മാങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിനകത്ത് പൊടികളൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം. അങ്കമാലി സ്റ്റൈല് മാങ്ങാക്കറി എല്ലാവർക്കും ഒരു, നമ്മുടെ നാട്ടിലൊക്കെ എല്ലാവർക്കും ഒരു പ്രസിദ്ധമായിട്ടുള്ള കറിയാണ് അങ്കമാലി മാങ്ങാക്കറി. ഇതിങ്ങനെ ഈ ചേരുവകളെല്ലാം ഒന്ന് യോജിച്ച് വരട്ടെ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് 1-ാം പാല്, 1-ാം പാലല്ല കേട്ടോ, സോറി, അവസാനത്തെ പാല് ഒഴിച്ച് കൊടുക്കാം. മാങ്ങ വേവട്ടെ. വേവുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ കറി എന്തായെന്ന് നമുക്ക് നോക്കാം കേട്ടോ. കണ്ടോ, തിളച്ച് വെള്ളമൊക്കെ പറ്റാറായി. ഇനി നമുക്ക് 2-ാം പാൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇത് 2-ാമത്തെ പാലാണ്. ഒഴിച്ച് കൊടുക്കുക. അവനവിടെ ഇരുന്നൊന്ന് പതുക്കെ ഒന്ന് കുറുകി വരട്ടെ. എന്നിട്ട് നമ്മൾ ആദ്യത്തെ തൻപാൽ ഒഴിച്ച് കൊടുക്കുള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ എല്ലാവരും ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഞാൻ വീണ്ടും പറയുകയാണ്, എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ആരും കാണാതെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് അവിടെ ഇരുന്ന് ഒന്നുകൂടെ കറിയൊന്ന് ചൂടായി. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവസാനത്തെ പാൽ ഒഴിക്കണുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ കറിയുടെ അവസ്ഥ എന്താണെന്ന് കണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ തീ കുറച്ച് വെച്ചതിന് ശേഷം മാത്രമാണ് കേട്ടോ അവസാനത്തെ പാല് നമ്മൾ ആദ്യത്തെ തൻപാൽ ഒഴിക്കാൻ പോകുള്ളൂ. കാരണം ഇത് പുളിയുള്ള മാങ്ങയാണ്. അപ്പോൾ കറി പിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ അത്. ഇനിയിപ്പം നമുക്ക് ഇത് പതുക്കെ ഇളക്കിയാൽ മതി. ദേ ഈ തേങ്ങാപ്പാലിലുള്ള എണ്ണയൊക്കെയാണ് ഈ തെളിഞ്ഞ് വന്നേക്കണേ, കണ്ടോ?
അപ്പോൾ ഇത് നമുക്കിനി കടുക് പൊട്ടിച്ച് തിളയ്ക്കണ്ട. അവസാനത്തെ നമ്മൾ തൻപാൽ ഒഴിച്ചാൽ പിന്നെ കറി അധികം തിളയ്ക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ നമുക്ക് കറി ഓഫ് ചെയ്യാം കേട്ടോ. നമുക്ക് കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടിക്കാം. വെളിച്ചെണ്ണയിൽ തന്നെ കേട്ടോ ഞാൻ വീണ്ടും കടുക് പൊട്ടിക്കണേ. 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ കറി പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം. കാരണം ഇത് ഒരു മാങ്ങയൊക്കെ മേടിച്ച് നമ്മൾ ജോലിക്ക് പോണവർക്കൊക്കെ പെട്ടെന്ന് തേങ്ങയൊക്കെ ചിരണ്ടിയത് ഇരിപ്പുണ്ടെങ്കിൽ വേഗം തേങ്ങ പിഴിഞ്ഞ് പാലെടുക്കേണ്ട താമസം മാത്രമേ ഉള്ളൂ. 10 മിനിറ്റ് കൊണ്ട് നമുക്ക് കറി വേഗം റെഡിയാക്കാം കേട്ടോ. പിന്നൊരു കാര്യം, അല്പം ഉലുവപ്പൊടി ഞാൻ ഇതിലേക്ക് ഇടുക കേട്ടോ. അല്പം മാത്രം, ഒരുപാട് വേണ്ട കേട്ടോ. അല്പം കടുക് പൊട്ടി തുടങ്ങി. ചെറിയ ഉള്ളി, അപ്പോൾ നമ്മുടെ മാങ്ങാക്കറി റെഡി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യണം കേട്ടോ. ഇന്ന് ലൈക്കെങ്കിലും അടിച്ചു പോകും. എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടി നിങ്ങളെങ്കിലും അത് തന്നെയല്ല, ഇതെല്ലാവർക്കും ഉണ്ടാക്കി നോക്കാവുന്ന, നമ്മൾ കറികളൊക്കെ വെച്ച് പഠിച്ച് വരുന്ന പിള്ളേർക്കൊക്കെ, ഹോസ്റ്റലിൽ താമസിക്കുന്ന പിള്ളേരൊക്കെ, സെൽഫ് കുക്കിംഗ് വെക്കുന്ന പിള്ളേർക്കൊക്കെ ഇത് വേഗം നോക്കി പരീക്ഷിക്കാവുന്ന ഒരു കറിയാണ്. ഒരു മാങ്ങ മേടിച്ചാൽ പഠിക്കുന്ന കുട്ടികൾക്കും ജോലി പോയിട്ട് ഒരു 3 ദിവസമൊക്കെ ഈ കറി ഇരിക്കുന്നുള്ളതിന് ഗ്യാരണ്ടിയാണ്. പിന്നെ ആവശ്യത്തിന് എടുത്തിട്ട് നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ചാൽ കൂടുതൽ വെച്ചിട്ട്, ഞാൻ ഇപ്പോൾ ഇതൊരു മാങ്ങ വെച്ചിട്ടുള്ളൂ. കാരണം ഇവിടെ അധികം കൂട്ടാനൊന്നും ആളില്ലാത്തതുകൊണ്ടാണ് കേട്ടോ. അധികം കൂട്ടാനൊന്നും ആളില്ല. അപ്പോൾ എൻ്റെ മാങ്ങാക്കറി ഇവിടെ റെഡിയായി കണ്ടോ. ഇനി എനിക്കൊരാഴ്ചത്തേക്ക് കറി വെക്കണ്ട. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അപ്പോൾ അതുവരേക്കും ബായ്.